പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ചില ഡീഗ്രേഡ് മൊയന്തുകൾ പറയുന്നുണ്ട്, ഓ ഒരു പാലമല്ലേ, അതിലെന്തിരിക്കുന്നു, എന്തിലും പരിഹാസവും ആക്ഷേപവും, അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നവർ കേൾക്കേണ്ട ചില യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ, ദുരിതങ്ങൾ, ആ ദുരിതങ്ങളിൽ നിന്ന് അവർ കരകയറുന്നത് ചിലരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ സംഭവമല്ല. കാര്യം മനോഭാവമാണ്. ആ മനോഭാവത്തോടാണ് നമ്മൾ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് ആരുടെ ജീവിതങ്ങളിലാണ്? അത് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങളിലാണ്. ആരാലും കൈപിടിക്കാത്ത മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കാണ്. അവിടങ്ങളിൽ പടർന്ന ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചമാകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പളം പാലം. ആ പാലത്തിനക്കരെ ജീവിച്ച മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ നാട് കേട്ടിരിക്കണം. 2 ചാനലുകളിലായി സംപ്രേഷണം ചെയ്ത 2 അനുഭവങ്ങൾ. ന്യൂസ് 24x7 ഒരാൾ പറഞ്ഞതും മറ്റൊരു വീട്ടമ്മ പറഞ്ഞ 2 അവസ്ഥകൾ കേട്ടിട്ട് നിങ്ങളെ ആ സ്ഥാനത്ത് നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ ദുരിതക്കയത്തിൻ്റെ ആഴം വ്യക്തമാകും. അവിടെയാണ് ഈ സർക്കാർ വെളിച്ചമാകുന്നത്. അതായത് ഒരു 30 വർഷം മുമ്പുള്ള കഥയാണ്. ഒരു സ്ത്രീക്ക് പ്രസവവേദന വരുന്നു. രാത്രിയാണ് സംഭവം. ആ സ്ത്രീയുടെ ഭർത്താവും അതേപോലെ ആങ്ങളെയും ചേർന്ന് അവരെ പൊക്കിയെടുത്ത് ഒരു കോച്ച് കസേരയിൽ വെച്ച് അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് കടവ് വരെ വഞ്ചിയിലേക്ക് പോവുകയാണ്. കടവിലെത്തിയതിനു ശേഷമാണ് വഞ്ചി അറേഞ്ച് ചെയ്യുന്നത്. വഞ്ചി അറേഞ്ച് ചെയ്തതിനു ശേഷം ആ വഞ്ചിയിൽ കോച്ച് കസേരയിൽ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ കയറ്റി വെച്ചിട്ട് കസേര വഞ്ചിയിൽ കെട്ടിവെച്ച് തുഴയുകയാണ്. അതായത് വാത്തിയാട് ജെട്ടിയിൽ നിന്ന് പൂത്തോട്ട ജെട്ടിയിലേക്ക് തുഴയുകയാണ്. അപ്പോൾ പങ്കായം 2 ഉള്ളൂ. അവിടെ ഇരുന്ന ഒരു മടലും കൂടി വെട്ടിയെടുത്തിട്ട് ബാക്കിയുള്ളവർ കൂടി തുഴഞ്ഞ് പൂത്തോട്ട ജെട്ടി ചെന്ന് അവിടുന്ന് വണ്ടി വിളിച്ച് തൃപ്പൂണിത്തുറയിൽ ചെന്ന് ആ സ്ത്രീ എന്ത് ചെയ്യാണ്, പ്രസവിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടി ജനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. അതിനുശേഷം കുട്ടി ജനിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ഇന്ന് 30 വയസ്സിനടുത്തായി. അയാളിപ്പോ കണ്ണൂർ ഒരു താൽക്കാലികമായിട്ട് ജോലിയാണ്. അയാളുടെ പേര് തരുൺ എന്നാണ്. ഞാനാണ് അയാൾ. ഇദ്ദേഹം തന്നെയാണല്ലേ താങ്കൾ? അത് തന്നെയാണ് ഹർഷൻ. ഒരു വല്ലാത്തൊരു കഥയാണ്. കാരണം ആ വഞ്ചിയിൽ യാത്ര ചെയ്ത, അല്ലെങ്കിൽ വഞ്ചിയിൽ ഒരു ഗർഭിണി യാത്ര ചെയ്തു. ആ ഗർഭിണിയുടെ മകൻ ഇന്നതാ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എന്റെ നാട് പെരുമ്പളാണ്. ഇവിടെയാണ് ജനിച്ചത്. വളർന്നത് വയനാട്ടിലാണ്.